ഞാൻ ഔസേപ്പ്. ഭാര്യയുടെ പേര് മറിയംന്ന്. ഈ ഗ്രാമത്തിൽ താമസിക്കുന്നു. ഞങ്ങൾ പഴയ മനുഷ്യരാ, കൃഷിക്കാരാ. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്കൊരു മോനേയുള്ളൂ. അവനും കെട്ടിയോളും കുട്ടിയോളും അങ്ങ് അമേരിക്കയിലാ. നാളെ ക്രിസ്തുമസ് അല്ലേ? ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ പോലെ തന്നെയുള്ള ഒരു പഴയ നക്ഷത്ര വിളക്കേ ഉള്ളൂ. ഇത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിടണം. അതിൻ്റെ തത്രപ്പാടില ഞാൻ. നിങ്ങൾ കുറേ നേരമല്ലോ മനുഷ്യ ഇത് പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. മറിയേ, ഈ പഴയ നക്ഷത്ര വിളക്ക് ഇവിടെ എവിടെയെങ്കിലും കൊളുത്തിയിടാമോ എന്ന് ഞാനൊന്ന് നോക്കുക. പഴയത് പൊന്നാണെന്നല്ലേ ചൊല്ല്. പഴയതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് പൊന്ന്, പുതിയതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതാ പൊന്ന്. എൻ്റെ പൊന്നേ, നീയൊന്ന് ചൂടാവാണ്ടിരിക്കേ. കരോള് വരണേൻ്റെ മുമ്പ് ഞാനിത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിടട്ടെ. ഇതിപ്പോൾ എവിടെ ഒന്ന് കൊളുത്തിയിടാൻ എൻ്റെ അപ്പാ? എന്തുട്ടാ നിങ്ങൾ നോക്കണേ? അവനൊന്നും വരില്ലാന്നേ. എല്ലായിടത്തും തോരണങ്ങളും നക്ഷത്രവിളക്കുകളും തെളിഞ്ഞു. നമ്മുടെ ഈ കൊച്ചു വീട്ടിൽ മാത്രം ഒരു മെഴുതിരി കത്തിക്കാൻ പോലും ആരുമില്ല. മറിയേ, ഒരുപക്ഷേ അവനെങ്ങാനും വന്നാലോടി. വലിയ തറവാട് വിറ്റ് അവൻ നമ്മളെ രണ്ടിനെയും ഈ ചെറിയ വീട്ടിലാക്കി പോകുമ്പോൾ എന്തൊന്നാ പറഞ്ഞേ? നമ്മളെ രണ്ടിനെയും ഈ ചെറിയ വീട്ടിലാക്കി മോനും കെട്ടിയോളും മക്കളും അമേരിക്കയ്ക്ക് പോകുമ്പോൾ എന്തൊന്നാ പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? ഓ, നിങ്ങൾക്ക് രണ്ടിനും താമസിക്കാൻ ഈ കൊച്ചു വീട് ധാരാളം മതി. ഞങ്ങൾക്ക് അമേരിക്കയിൽ ഞങ്ങളുടെ സ്റ്റാറ്റസിന് യോജിച്ച വിധത്തിലുള്ള വീട് വേണം. അതിനാണ് ഈ വലിയ തറവാട് വിറ്റ് പണം ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ദേ, അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാനുള്ളതൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞേര് കേട്ടോ. അപ്പച്ചനും അമ്മച്ചിക്കും ഇത്ര വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മകൻ നന്നായി ജീവിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഈ കുഗ്രാമത്തിൽ പിള്ളേരെ വളർത്തി വഷളാക്കാൻ ഒക്കത്തില്ല. അവർ നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കണം. അപ്പച്ച, പഴയ കാലമൊന്നുമല്ലിത്. ഇവിടെ നിങ്ങളെ സ്നേഹിക്കുവാൻ ബന്ധുക്കളും അയൽക്കാരുമുണ്ട്. ഞാൻ നിങ്ങളുടെ കാര്യം അവരെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ മുമ്പത്തെ പോലെ കൂടെ കൂടെ ഓടി വരാനൊന്നും ഒക്കത്തില്ല എന്ന് പറഞ്ഞേരെ. ഡാഡി, ഞങ്ങൾക്ക് എല്ലാ വെക്കേഷനിലും നാട്ടിൽ വരണം. മുമ്പത്തെ പോലെ ഓണം, ക്രിസ്മസ്, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പണം മുടക്കി പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വരാനൊന്നും ഒക്കത്തില്ല. പറഞ്ഞേക്കാം. എന്നും പറഞ്ഞല്ലേ അവൻ പോയത്. എന്നാലും അവൻ നമ്മുടെ മോനല്ലേടി. നമ്മൾ അവന് വേണ്ടിയല്ലേ നമ്മുടെ ചോരയും നീരും ഒഴുക്കിയത്. കൃഷിപ്പണി ചെയ്ത് നമ്മൾ അവനെ വളർത്തിയില്ലേ? പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയ എഞ്ചിനീയറാക്കിയില്ലേ? നമ്മൾ അവനെ വേണ്ടുവോളം സ്നേഹിച്ചില്ലേ? ഒക്കെ ശരിയാ. അവനില്ലാതെ എത്ര ക്രിസ്മസ് കടന്നുപോയി. എന്നാലും എനിക്കവൻ്റെ കൊച്ചുങ്ങളുടെ കളിയും ചിരിയും ഒന്ന് കാണാൻ, അമ്മൂമ്മേ എന്നുള്ള വിളി കേൾക്കാൻ, അവറ്റ് നമ്മളെ മറന്നു കാണും. ദൈവത്തോടൊരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. ഉണ്ടോ?
ഉണ്ടോടി മറിയേ? നീ കരയാതെടി മറിയേ, കരയാതെ. നമുക്ക് ദൈവം മതി. അപ്പൂപ്പ, അമ്മൂമ്മേ, എന്തിനാ കരയുന്നേ? നിങ്ങളുടെ കൂടെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഞങ്ങളുണ്ട്. നമുക്ക് തിരി തെളിയിക്കാം, കേക്ക് മുറിക്കാം. ദേ, വാ തുറക്ക്, കേക്ക് തിന്നാം. ഔസേപ്പേട്ടോ, മറിയം ചേർത്തിയേ, നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇല്ലാത്ത കാലത്ത് കുറേ വെച്ചു വിളമ്പി തന്നിട്ടുള്ളതല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ കൊച്ചുങ്ങൾ എവിടെയാ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നേ. ഏത് കൊച്ചുങ്ങളാ? അമേരിക്കക്കാർ വന്നോ? അല്ല റോസമ്മേ, അവരല്ല. വെള്ളി നക്ഷത്രങ്ങൾ പോലെ
2 കൊച്ചുങ്ങൾ. വെള്ളയുടുപ്പിട്ട മാലാഖമാരെ പോലെ 2 കൊച്ചുങ്ങൾ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 2 പേരും സ്വപ്നം കണ്ടോ? ദാ അവർ തിരികത്തിച്ചു വെച്ചിരിക്കുന്നു. കേക്ക് മുറിച്ച് ഞങ്ങളുടെ വായിൽ വെച്ച് തന്നു. എൻ്റെ റോസമ്മേ, നല്ല സ്വാദുള്ള കേക്ക്. ആ അതേന്നേ. എൻ്റെ പൊന്നു കർത്താവേ, ഇത് വലിയ അത്ഭുതമായിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലുള്ള 2 കുട്ടികൾ ഈ അടുത്തൊന്നുമില്ല. ഔസേപ്പേട്ട, ഇത് നിങ്ങളുടെ കണ്ണീര് കണ്ട് പ്രാർത്ഥന കേട്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്നും മാലാഖമാരെ അയച്ചതാ. അതിശയം തന്നെ. ഇത് നേരോ? അതേനേ. എന്റെ കർത്താവേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.